351 കൊല്ലത്തെ ഇടവേള കഴിയുന്നു. പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ നിറവിലാണ് ഇപ്പോൾ കാസർകോട്ടെ ആദൂർ ഗ്രാമം. ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇപ്പോൾ ആദൂർ ഗ്രാമത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. മഞ്ഞൾ പ്രസാദത്തിലൂടെയും വാക്കുരിയാട്ടത്തിലൂടെയുമുള്ള തെയ്യങ്ങളുടെ അനുഗ്രഹങ്ങൾ തേടി പതിനായിരങ്ങൾ ആദൂരിലേക്ക് പ്രവഹിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്തായാലും അപൂർവമായ കാഴ്ച. ഇത്രയും കൊല്ലത്തെ ഇടവേളയ്ക്ക് ശേഷം വരുന്ന ഈ മഹോത്സവത്തിന്റെ റിപ്പോർട്ടിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. പ്ലീസ് സീ. ആദൂർ ഭഗവതി ക്ഷേത്രത്തിൽ തെയ്യക്കോലങ്ങൾ കൊട്ടിക്കയറുകയാണ്. കല്ലങ്കര ചാമുണ്ടി, മേച്ചേരി ചാമുണ്ടി, മലങ്കര ചാമുണ്ടി തുടങ്ങി 39 തെയ്യങ്ങളാണ് ആദൂരിൽ കാൽച്ചിലം പണിയുന്നത്. ഒരു 10-14 വർഷമായി തെയ്യത്തിൻ്റെ ഈ ഫീൽഡിൽ. ഇവിടെ പെരുങ്കളാട്ടത്തിൽ ആദ്യമായിട്ടാണ് ഈ അസുറാളം തെയ്യത്തിൽ കോലം കിട്ടുന്നത്. അനുഭവം നല്ല അനുഭവമാണ്. ഇവിടെ ആദ്യമായിട്ട് കൂടാൻ പറ്റിയൊരു ഭാഗ്യമാണ്. ഭക്തർക്ക് ആത്മീയ നിർവൃതിയിലൂടെയുള്ള ആശ്വാസകിരണങ്ങൾ കൂടിയാണ് ഓരോ തെയ്യക്കാവുകളും. അടൂർ ദേവന്റെ മണ്ണിനകത്ത് അല്ലേ വാണിരിക്കുന്നൊരു നാമദേവം തന്നെയാണല്ലേ. താരികാസുതനെ വധിച്ചിരിക്കുന്ന മാതാവ് മേനിങ്കൽ വച്ചിരിക്കുന്ന വസ്തു അല്ലേ. കല്ലോട്ട്, കാപ്പാട്ട്, ഉളവന്നൂർ, ഓടങ്കര, മാടങ്കര, കുംഭനാർ, കരിന്തളം എന്നിങ്ങനെ 6 ഗിരികളുണ്ട്. മഞ്ഞൾ പ്രസാദത്തിലൂടെ, വാക്കുരിയാട്ടത്തിലൂടെ തെയ്യങ്ങൾ നേരിട്ട് അനുഗ്രഹം നൽകുമ്പോൾ ആ ഒരു നിമിഷത്തിനു വേണ്ടി മാത്രം വർഷങ്ങൾ കാത്തിരുന്നവർ ഇവിടെയുണ്ട്. ഭേദമായിട്ട് ഒറ്റ കഞ്ഞി കുടിപ്പാനുള്ള ഭാഗ്യം ദൈവാധീനം തന്നെ ഉണ്ടാക്കി തന്നേക്കണം. ആര്യനാടുവാണ് രാജാവിന് കുഞ്ഞിക്ക് അസുഖം ഉണ്ടാക്കി കൊടുക്കുന്നത്. എന്താണ് അസുഖം വരാൻ കാരണമെന്ന് ആര്യരാജൻ ജ്യോതിഷ മുഖാന്തരം അറിഞ്ഞു. കടലായിട്ട് ഉപജീവനം കഴിക്കുന്ന ഈ മൂക സമുദായത്തിന് ഈ കപ്പലിലെ പല ദൈവങ്ങളൊക്കെ കൂടുതൽ ഒരു ആത്മീയ ബന്ധങ്ങളുണ്ട്. ഈ സമുദായത്തിൻ്റെ വീട് ഇവിടെ ഇല്ലതുകൊണ്ട് തന്നെ ഇവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പല പ്രദേശത്ത് പോയ പോലെ ഇവിടത്തേക്കും ദൈവം വന്നു. ചെമ്പട്ടുടുത്ത് കാൽച്ചിലങ്കയണിഞ്ഞ് ദ്രുതതാളത്തിൽ തെയ്യങ്ങൾ ഉറഞ്ഞാടുന്ന പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ ആഘോഷ നിറവിലാണ് നാടെങ്ങും. 24 കാസർഗോഡ്.